BJP എറണാകുളം മേഖലാ സെക്രട്ടറി പ്രിന്റു മഹാദേവ് പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. സ്റ്റേഷനിലെത്തിയ പ്രിന്റുവിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. ചാനൽ ചർച്ചയ്ക്കിടെ കോൺഗ്രസ് MP രാഹുലിനെതിരെ ഭീഷണി മുഴക്കി എന്ന കോൺഗ്രസിന്റെ പരാതിയെ തുടർന്നാണ് കേസ്. അതേസമയം താനൊരു അധ്യാപകനാണെന്നും ഒരിക്കലും ഹിംസയെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്നും പ്രിന്റു പറഞ്ഞു. സത്യമെന്താണെന്ന് സമൂഹം തിരിച്ചറിയുമെന്നും പ്രിന്റു മഹാദേവ് കൂട്ടിച്ചേർത്തു. ആദ്യം പ്രിന്റുവിന്റെ വാക്കുകളിലേക്ക്. സത്യമേവ ജയതേ. വാർത്തയുടെ വിശദാംശങ്ങളുമായി സാനു സജീവ് ചേരുന്നുണ്ട്. സാനു, സത്യമേവ ജയതേ എന്നാണ് പ്രിന്റു മഹാദേവ് മാധ്യമങ്ങളോട് പറഞ്ഞത്. നമുക്കറിയാം, ചാനൽ ചർച്ചയിൽ പറഞ്ഞ ഒരു പരാമർശത്തിന്റെ പേരിൽ അത് രാഹുലിനെതിരായ ഒരു വധഭീഷണിയായി കോൺഗ്രസ് ചിത്രീകരിക്കുകയും പ്രിന്റുവിനെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ പ്രിന്റുവിനെ ഹാജരാക്കിയോ? മറ്റു വിവരങ്ങൾ എന്തെല്ലാം? ഏതാനും ദിവസം മുൻപ് നടന്ന ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നതിനിടയിൽ ആണ് പ്രിന്റുവിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന. അതും ഈ കോൺഗ്രസുകാർ വക്രീകരിച്ച, അതായത് പ്രിന്റു പറഞ്ഞതല്ല അവർ ഈ പരാതിയിൽ ഉന്നയിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി ഉയർത്തി എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പോലീസിൽ പരാതി നൽകുന്നത്. ഈ പരാതി ലഭിച്ചതിനെ തുടർന്ന് പോലീസ് പ്രിന്റുവിനെതിരെ കേസെടുക്കുകയും തുടർന്ന് വലിയ രീതിയിലുള്ള പരിശോധനകൾ BJPയുടെ സംസ്ഥാന സമിതി അംഗങ്ങൾക്കെതിരെ പോലും, അല്ലെങ്കിൽ അവരുടെ വീടുകളിലേക്ക് പോലും പ്രിന്റുവിനെ അന്വേഷിച്ചുകൊണ്ട് പോലീസ് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും തുടർന്ന് BJP ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയൊക്കെ ചെയ്തൊരു സംഭവങ്ങളൊക്കെ ഇന്ന് ഉണ്ടായതാണ്. എന്തായാലും ഇന്ന് വൈകുന്നേരം പ്രിന്റു മഹാദേവ് പാർട്ടി പ്രവർത്തകർക്കൊപ്പം പേരാമംഗലം പോലീസ് സ്റ്റേഷനിലെത്തിയാണ് കീഴടങ്ങിയിട്ടുള്ളത്. തുടർന്ന് അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹത്തെ കോടതിയിൽ, അതായത് ജഡ്ജിയുടെ വീട്ടിൽ, മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കൊണ്ട് ഹാജരാക്കുന്നതിനുള്ള നീക്കമാണ്. കുന്നമംഗലത്താണ്, അവിടേക്കുള്ള യാത്രയിലാണ് പ്രിന്റുവുമായിട്ട് പേരാമംഗലം പോലീസ് മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്, വഴിമധ്യയാണ് ഉള്ളത്. എന്തായാലും പ്രിന്റു മഹാദേവ് അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഒരു വാക്കാണ്, സത്യമേവ ജയതേ. താനൊരു അധ്യാപകനാണ്, ഹിംസയെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രിന്റു പറഞ്ഞു. ഒപ്പം തന്നെ സത്യം എന്താണെന്ന് സമൂഹം മനസ്സിലാക്കുമെന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിഷയം വീണ് കിട്ടിയതിനെ തുടർന്ന് കോൺഗ്രസ് വലിയ രീതിയിൽ അതിനെ എടുത്ത് ആഘോഷിക്കുന്നു എന്ന് തന്നെ വേണം പറയാനായിട്ട്. അതായത് അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് പറയാത്ത കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പരാതി നൽകുന്നു. തുടർന്ന് ആ പരാതി കേസാക്കി മാറ്റിക്കൊണ്ട് പ്രിന്റുവിനെയും ഒപ്പം തന്നെ BJP നേതാക്കളുടെ വീടുകളിലേക്ക് അടക്കം എത്തിക്കൊണ്ട്, അല്ലെ വീടുകൾക്കുള്ളിൽ കയറി അലമാരിക്കുള്ളിൽ ഇരിക്കുന്ന വസ്ത്രങ്ങൾ പോലും വലിച്ച് നിലത്തിട്ടുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തുന്ന നിലയിലേക്കും പോലീസ് മാറിയിരുന്നു. എന്തായാലും പ്രിന്റുവിനെ ഇപ്പൊ കോടതിയിൽ ജഡ്ജിന്റെ വീട്ടിൽ ഹാജരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയാണ്. അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നീലിമ, അതായത് ഈ വിഷയം കോൺഗ്രസിന് സത്യത്തിൽ വീണ് കിട്ടിയ ഒരു അവസരമായി ഇതിനെ വിനിയോഗിക്കുന്ന സാഹചര്യം കണ്ടു. ഇന്ന് നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി കോൺഗ്രസ്. പക്ഷേ സ്പീക്കർ അത് അനുവദിച്ചില്ല. ഇത് അത്തരത്തിൽ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയമല്ല എന്ന് നിയമസഭാ സ്പീക്കർ തന്നെ വ്യക്തമാക്കുകയും ഇത് അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ആ വിഷയത്തിൽ കോൺഗ്രസ് ഇറങ്ങിപ്പോക്കൊക്കെ നടത്തിയിരുന്നു. അതായത് വീണ് കിട്ടിയ ഒരു അവസരം രാഹുലിൻ്റെ മുന്നിൽ, പ്രതിപക്ഷ നേതാവ് രാഹുലിൻ്റെ മുന്നിൽ തങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാൻ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു ശ്രമം. ടി സിദ്ദിഖാണ് സ്പീക്കറുടെ ഡയസിലേക്ക് തള്ളിക്കയറാനൊക്കെ ശ്രമിച്ചത്. അപ്പോൾ അത് ഈ രാഹുലിൻ്റെ മുന്നിൽ നല്ല പിള്ള ചമയാനുള്ള ഒരവസരം നിയമസഭയിൽ കോൺഗ്രസ് ഉപയോഗപ്പെടുത്തി. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഒരു രാഹുലിനെതിരെ ഒരു വധഭീഷണി എന്നുള്ള രീതിയിൽ ഇതിനെ ആക്കി തീർത്ത് പ്രിന്റുവിനെ ബലിയാടാക്കാനുള്ള വലിയ ശ്രമമാണ് നടക്കുന്നത്. ഇതിലും ആപൽക്കരമായ രീതിയിൽ എത്രയോ പ്രസംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോഴൊന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ BJP ആണ് എന്ന ഒറ്റ കാരണത്താലാണ് ഇത്തരത്തിൽ പ്രിന്റുവിനെ വേട്ടയാടുന്നത് എന്ന് BJPയുടെ നേതാക്കൾ തന്നെ വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. സാനു,
തീർച്ചയായിട്ടും നമ്മളെ നാട്ടുമ്പുറങ്ങളിൽ പറയുന്ന പോലെ തനിക്കാക്കി വെടക്കാക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് കോൺഗ്രസ് പ്രിന്റുവിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഈ വീട് കിട്ടിയ ഒരു അവസരത്തെ പരമാവധി മുതലെടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതായത് നമ്മൾ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രിന്റു പറയാത്ത കാര്യങ്ങൾ, അതായത് ചാനൽ ചർച്ചയിൽ പറയാത്ത കാര്യങ്ങൾ, ഉപയോഗിക്കാത്ത വാക്കുകൾ, ഇതെല്ലാം കൂടെ ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഇന്നിങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പോലീസിൽ പരാതി നൽകുന്നത്. ആ പരാതിയുടെ അല്ലെങ്കിൽ അതിൽ എന്ത് കഴമ്പുണ്ട് എന്ന് പരിശോധിക്കാതെ ചടനോട് ശാഠ്യം എന്നുള്ള നിലയിൽ പോലീസ് വലിയ രീതിയിൽ കേസെടുക്കുന്നു. ഒപ്പം തന്നെ ആ കേസിന്റെ മറ പിടിച്ചുകൊണ്ട് BJP നേതാക്കളുടെ വീടുകളിലേക്ക് എത്താനായിട്ടുള്ള ഒരു കുറുക്ക് വഴിയായി ഈ പോലീസ് ഇതിനെ കാണുകയും കൂടി ചെയ്തതോടുകൂടിയാണ് വലിയൊരു പ്രതിഷേധവുമായി BJP രംഗത്തേക്ക് ഇറങ്ങുന്നത്. നമ്മൾ ഇന്ന് കണ്ട പോലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയും ആ മാർച്ചിനെ ജലപീരങ്കി ഉപയോഗിച്ച് നേരിടുന്ന പോലീസിന്റെ രീതിയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇത് വലിയൊരു പ്രതിഷേധത്തിനൊക്കെ ഇടയാക്കി മാറ്റിയിരുന്നു. BJP നേതാക്കളെ മനഃപൂർവ്വം വേട്ടയാടുന്നതിന് വേണ്ടി ഇത് ഉപയോഗപ്പെടുത്തുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ BJP നേതാക്കൾ പറഞ്ഞു. ഒപ്പം തന്നെ പ്രിന്റുവിനെ ഈ വേട്ടയ്ക്ക് വേണ്ടി എറിഞ്ഞു കൊടുക്കില്ല എന്ന് സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണനും ഉച്ചയ്ക്ക് പത്രസമ്മേളനം നടത്തി വ്യക്തമാക്കിയിരുന്നു. അതേപോലെ തന്നെ പ്രിന്റുവിന് നാക്കുപിഴ സംഭവിച്ചു, അതിനെ നിയമപരമായും സംഘടനാപരമായും ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ കേസിനെയൊക്കെ നേരിടുമെന്നും BJP വ്യക്തമാക്കി. എന്തായാലും ഇതിനൊടുവിലാണ് ഈ ഒരു കീഴടങ്ങിയ ഒരു കാര്യം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പ്രിന്റുവിനെ കോടതിയിൽ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തായാലും ഇത് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ഒരേപോലെ പരാതി ഉയർന്നു വരുന്നു. അതിലൊക്കെ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. കാരണം യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ ജില്ലാ അധ്യക്ഷൻ, തൃശ്ശൂരിലെ ജില്ലാ അധ്യക്ഷൻ ഗോകുൽ പരാതി കൊടുക്കുന്നു. തൊട്ടു പിന്നാലെ ആലപ്പുഴയിൽ നിന്ന് പരാതി വരുന്നു. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് KPCC അധ്യക്ഷൻ തൃശ്ശൂരിലെത്തി വാർത്താ സമ്മേളനം നടത്തുന്നു. അങ്ങനെ ഇത് 4 ഭാഗത്തു നിന്നും വളഞ്ഞിട്ടുകൊണ്ട് അല്ലെങ്കിൽ BJPക്കെതിരെ അങ്ങനെ പ്രിന്റുവിനെ വേട്ടയാടാൻ വിട്ടുകൊടുക്കില്ല എന്ന് BJP വളരെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. പേരാമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് BJP പ്രവർത്തകരുടെയും നേതാക്കളുടെയും സാന്നിധ്യത്തിലാണ് അദ്ദേഹം പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്.